വെൽക്കം ടു ഈസി സിവിൽ ഫോർ യു. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 2019 മെയ് മാസം 15 മാർക്കിന് നെറ്റ്വർക്ക് ക്രാഷിംഗ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ക്രാഷിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് KTU ചോദിച്ചിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫോളോവിങ് ടേബിൾ ഷോസ് കോസ്റ്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ആക്ടിവിറ്റി. ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ₹3,150 പെർ വീക്ക്. ഡിറ്റർമിൻ ദ ഒപ്റ്റിമം ഡ്യൂറേഷൻ ഓഫ് പ്രൊജക്റ്റ് ആൻഡ് മിനിമം കോസ്റ്റ്. ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, 5 ആക്ടിവിറ്റികളുണ്ട്. പ്രൊഡ്യൂസേഴ്സ്, ദ നോർമൽ ഡ്യൂറേഷൻ, അതിനെ നമ്മൾ നോർമലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് NT എന്നാണ്, നോർമൽ ടൈം. ദെൻ നോർമൽ കോസ്റ്റ് NC എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ദെൻ ക്രാഷ് ഡ്യൂറേഷൻ, അതിനെ നമ്മൾ ക്രാഷ് ടൈം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ക്രാഷ് കോസ്റ്റ്, അതിനെ CC എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ ഇവിടെ A എന്ന് പറയുന്ന ആക്ടിവിറ്റി സാധാരണഗതിയിൽ 7 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആ സമയത്ത് 8,000 രൂപയാണ് ടോട്ടലായിട്ട് വരുന്നത്. സപ്പോസ് നമ്മളത് 4 ദിവസം കൊണ്ട് തീർക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്ന ആക്ടിവിറ്റി തീർക്കാൻ നമുക്ക് 15,500 രൂപ ചിലവ് വരും. ഇതാണ് മീനിങ്. ഓക്കെ, ദെൻ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സ്റ്റെപ്പ് 1, നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ നോർമൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻഡിങ് ടോട്ടൽ നോർമൽ കോസ്റ്റ്, ദെൻ ഓൾസോ സ്ലോപ്പ് ഫോർ ഈച്ച് ആക്ടിവിറ്റീസ്. ഇത് രണ്ടുമാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നോർമൽ കോസ്റ്റ് നമുക്ക് എങ്ങനെ കാണും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. നമുക്ക് എത്ര കിട്ടും? 15, 22, 27, 35,000 എന്ന് കിട്ടും. അതാണ് നമ്മുടെ നോർമൽ കോസ്റ്റ്. ദെൻ ഇനി സ്ലോപ്പ് കാണണം. എല്ലാ ആക്ടിവിറ്റിക്കും നമുക്ക് സ്ലോപ്പ് കാണേണ്ടതുണ്ട്. സ്ലോപ്പ് എങ്ങനെയാണ് കാണുക? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. ഇതാണ് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ഓരോന്നിൻ്റെയും കാണാം. 15,500 മൈനസ് 8,000, നമുക്കവിടെ വാല്യൂ വരുന്നത് 7,500 വരും. ദെൻ 7,500 ഡിവൈഡഡ് ബൈ 7 മൈനസ് 4, 3 വരും. സോ നമുക്ക് 2,500. ദെൻ ഇവിടുത്തെ കേസ് 4,500 ഡിവൈഡഡ് ബൈ 3, സോ 1,500. ദെൻ 3,000 ഡിവൈഡഡ് ബൈ 3, സോ 1,000. ദെൻ 7,000 ഡിവൈഡഡ് ബൈ 2, സോ 3,500. ദെൻ 6,000 ഡിവൈഡഡ് ബൈ 2, സോ 3,000. ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ നോർമൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. ദെൻ അതിന് പുറമെ ഓരോ ആക്ടിവിറ്റിയുടെയും സ്ലോപ്പും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യുന്നത് ഡ്രോയിങ് ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് നമുക്ക് വരക്കണം. then എന്തിനാണ് ആക്ച്വലി നമ്മൾ നെറ്റ്വർക്ക് വരക്കുന്നത്? നമുക്ക് ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് ഡ്യൂറേഷൻ. ക്രിട്ടിക്കൽ പാത്തും ഡ്യൂറേഷനും കണ്ടുപിടിക്കാനാണ് നമ്മൾ നെറ്റ്വർക്ക് വരക്കുന്നത്. ഇവിടെ A ആൻഡ് B രണ്ടും പ്രിഡിസീസേഴ്സ് ഇല്ല, സോ അത് സ്റ്റാർട്ടിംഗ് ആക്ടിവിറ്റികളാണ്. അപ്പോൾ നമ്മളതിനെ സ്റ്റാർട്ടിംഗ് ആക്ടിവിറ്റി ആയിട്ട് മാർക്ക് ചെയ്തു, A, B. ദെൻ നെക്സ്റ്റ് C മാർക്ക് ചെയ്യണം, അത് ആഫ്റ്റർ A ആണ്. ദെൻ C എന്ന് പറയുന്നത് B അവസാനിക്കുന്ന സ്ഥലത്താണ് അവസാനിക്കുന്നത്. സോ Aയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, B അവസാനിക്കുന്ന സ്ഥലത്ത് ആ നോഡിൽ അവസാനിക്കുന്നു, അതിനെ C എന്ന് മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് D എന്ന് പറയുന്നത് A കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ അത് ഒന്നിൻ്റെയും പ്രിഡീസസർ അല്ല, സോ അത് ലാസ്റ്റ് ആക്ടിവിറ്റി ആണെന്ന് ചുരുക്കം. നമ്മളത് D മാർക്ക് ചെയ്തു. ദെൻ E എന്ന് പറയുന്നതും മറ്റൊന്നിൻ്റെയും പ്രിഡീസസർ അല്ല, സോ അതും ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ആഫ്റ്റർ B ആൻഡ് C നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, E. ദെൻ നമുക്ക് ഡ്യൂറേഷൻസ് കൊടുക്കണം. നോർമൽ ടൈം 7 ആണ്, ക്രാഷ് ടൈം 4 ആണ്. ദെൻ ബിയുടെ കേസിൽ നോർമൽ ടൈം 9, ക്രാഷ് ടൈം 6. C നോർമൽ ടൈം 5, ക്രാഷ് ടൈം 2. D നോർമൽ ടൈം 6 ആൻഡ് ക്രാഷ് ടൈം 4. ഈടത് നോർമൽ ടൈം 6 ആൻഡ് ക്രാഷ് ടൈം 4. എത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി.
ഇനി ഇവിടെ ഏതൊക്കെ പാത്തുകളാണുള്ളത്? എ ഡി അതൊരു പാത്താണ്. ദെൻ ഞാൻ ആക്ടിവിറ്റിയുടെ ടൈമിലാണ് എഴുതുന്നത്, അല്ലെങ്കിൽ 1 2 4 എന്നുള്ള രീതിയിൽ നോഡ് വെച്ചിട്ടും എഴുതാം. ദെൻ നെക്സ്റ്റ് എ സി ഇ, ദെൻ ലാസ്റ്റ് വൺ ബി ഇ. ഇങ്ങനെ 3 പാത്ത് വേ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഡ്യൂറേഷൻ നോർമൽ ടൈം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. എ ഡി എന്ന് പറയുന്ന കേസിൽ 7 + 6 = 13. ദെൻ നെക്സ്റ്റ് 7 + 5 + 6 = 18. ബിയുടെ കേസിൽ 9 + 6 = 15. ഇപ്പോൾ നമുക്ക് ഡ്യൂറേഷൻസ് എല്ലാം കിട്ടി. ഇതിലേതാണ് എടുക്കേണ്ടത്? ഹയസ്റ്റ് ഡ്യൂറേഷൻ എടുക്കണം. ഇതായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. സോ നെറ്റ്വർക്ക് വരച്ചു, ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചു, അതിൻ്റെ ഡ്യൂറേഷനും നമ്മൾ കണ്ടുവച്ചു. ദെൻ വി ആർ മൂവിങ് ടു സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3ൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റാണ്. ക്രാഷിംഗ് നമ്മൾ ചെയ്തിട്ടില്ല. ആ ക്രാഷിംഗ് ചെയ്യുന്നതിന് മുമ്പുള്ള ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക? 3 ടൈപ്പ് കോസ്റ്റാണ് ഇവിടെ വരുന്നത്. ഒന്ന് നോർമൽ കോസ്റ്റ്, ദെൻ അടുത്തത് ക്രാഷ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ്. ഇവിടെ ക്രാഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയാം. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ള ടൈമിലാണ് തന്നിട്ടുള്ളത്. സോ ടോട്ടൽ കോസ്റ്റ് കാണണമെങ്കിൽ നോർമൽ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. എത്രയായിരുന്നു നോർമൽ കോസ്റ്റ്? നമ്മളതിൻ്റെ സമ്മേഷൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. 35,000 പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർ വീക്കിൽ 3,150 ആണ്. സോ 3,150. ദെൻ ടോട്ടൽ എത്ര വീക്കാണ് നമുക്ക് ഉണ്ടായിരുന്നത്? 18 ആഴ്ചകളാണുള്ളത് ഇൻറ്റു 18. സോ നമുക്കതിൻ്റെ ആൻസർ കിട്ടുന്നത് 91,700 റുപ്പീസ്. 91,700 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ. ദെൻ വി ആർ ഹെഡിങ് ടു സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ലാണ് നമ്മൾ ക്രാഷിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രാഷിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനൊരു ടേബിൾ ഫില്ല് ചെയ്യണം. ക്രിട്ടിക്കൽ പാത്ത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി, ക്രാഷ് ലിമിറ്റ് ആൻഡ് സ്ലോപ്പ്. ഇതിൽ ആദ്യത്തെ 2 കോളം, ദെൻ ലാസ്റ്റ് കോളം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ ക്രാഷ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന ടൈമാണ് നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. ഇപ്പോൾ എ എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് നോർമൽ ടൈം 7 ആണ്, ക്രാഷ് ടൈം 4 ആണ്. അപ്പോൾ 7 - 4 3. ദെൻ സിയുടെ കേസിൽ 5 - 2 3. ഇയുടെ കേസിൽ 6 - 4 2. സോ നമ്മൾ ക്രാഷ് ലിമിറ്റ് കണ്ടുവച്ചു. ദെൻ സ്ലോപ്പും നമുക്കറിയാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 18 വീക്ക് കൊണ്ട് തീരുന്ന പ്രൊജക്റ്റിനെ ഒരു വീക്ക് കുറക്കണം, 17 വീക്കിലേക്ക് കുറക്കണം എന്ന് വിചാരിക്കുക. നമുക്ക് ഈ 3 ആക്ടിവിറ്റികളിലാണ് കുറക്കാൻ കഴിയുക. കാരണം ക്രിട്ടിക്കൽ ആക്ടിവിറ്റി കുറക്കുമ്പോൾ മാത്രമേ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയൂ. ഇപ്പോൾ സപ്പോസ് ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി 6 ആണ് അതിൻ്റെ ഡ്യൂറേഷൻ തന്നിട്ടുള്ളത്. നമ്മളതിൻ്റെ 5 ആക്കിയെന്ന് വിചാരിക്കുക. ഇവിടെ 7 + 5 12 എന്ന് വരും. ബാക്കി നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കാണുമ്പോൾ 18 വീക്ക് എന്ന് തന്നെ വരും. സോ നമ്മുടെ ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കുറയുന്നില്ല. എ സി ഇ ഈ 3ൽ ഏതെങ്കിലും ഒന്നിൻ്റെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ നമ്മൾ കുറക്കണം. ഇതിൽ 3 ഏതാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ക്രാഷ് ലിമിറ്റ് സൂചിപ്പിക്കുന്നത് എ എന്ന് പറയുന്ന ആക്ടിവിറ്റി 3 തവണ കുറക്കാം. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ 3 വീക്ക്. 18 വീക്ക് എ എന്ന് പറയുന്നത് 7 വീക്ക് ഉള്ളത് നമുക്ക് 3 വീക്ക് വരെ കുറച്ച് 4 വീക്കിലേക്ക് ചുരുക്കാം. ദെൻ സി എന്ന് പറയുന്നതും 3 വീക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇ എന്ന് പറയുന്നത് 2 വീക്ക് റെഡ്യൂസ് ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ, സ്ലോപ്പിൻ്റെ വാല്യൂ ഏറ്റവും ലീസ്റ്റ് ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്തുകൊണ്ടായിരിക്കും അത്? ഈ സ്ലോപ്പ് എന്ന് പറയുന്നതാണ്
ആ ക്രാഷ് ചെയ്യാൻ നമുക്ക് എടുക്കുന്ന എമൗണ്ട് ഒന്നുകൂടെ ക്ലിയർ ആക്കുകയാണെങ്കിൽ, നമ്മൾ എ എന്ന് പറയുന്ന ആക്ടിവിറ്റി 1 വീക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2500 രൂപ എക്സ്ട്രാ ചിലവ് വരും. സി എന്ന് പറയുന്ന ആക്ടിവിറ്റി 1 വീക്ക് കുറച്ച് കഴിഞ്ഞാൽ, 3 വീക്ക് വരെ കുറക്കാം, അതിൽ 1 വീക്ക് കുറച്ച് കഴിഞ്ഞാൽ 1000 രൂപ നമുക്ക് എക്സ്ട്രാ ചിലവ് വരും. ഈയുടെ കേസിൽ അത് 3000 രൂപയാണ്. ഈ 3 ആക്ടിവിറ്റിയിൽ ഏത് കുറച്ചാലും നമുക്ക് ഡ്യൂറേഷൻ കുറയും, പക്ഷേ കോസ്റ്റ് മിനിമം ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്ലോപ്പ് ലീസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം. സോ സി എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് 1 വീക്ക് കുറക്കാം എന്ന് വിചാരിക്കാം. അപ്പോൾ 1 വീക്ക് കുറച്ചു എന്ന് വിചാരിക്കുക. 5 എന്നുള്ളതിനെ നമ്മൾ 4 എന്ന് വിളിച്ചു. ഇവിടെ ഡ്യൂറേഷൻ കാണുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക? ഈ പാത്തിൽ സി എന്ന് പറയുന്ന ആക്ടിവിറ്റി വരുന്നില്ല. ദെൻ തേർഡ് പാത്തിലും സി എന്ന് പറയുന്ന ആക്ടിവിറ്റി വരുന്നില്ല. സി എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇവിടെ മാത്രമാണ് വരുന്നത്. ആ സി 5 ഉള്ളത് 4 ആയി കഴിഞ്ഞാൽ നമുക്ക് 17 വീക്സ് എന്ന് കിട്ടും. ദെൻ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാണുകയെന്ന് വിചാരിക്കുക. ടോട്ടൽ കോസ്റ്റ് കാണുകയാണെങ്കിൽ, ടോട്ടൽ കോസ്റ്റ് കാണാൻ നമുക്ക് കയ്യിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നോർമൽ കോസ്റ്റ് പ്ലസ് ക്രാഷ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റിന് പകരം ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയാം. നോർമൽ കോസ്റ്റ് എത്രയായിരുന്നു? 35,000. ദെൻ ക്രാഷ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് എത്രയാണ്? 1000 ആണ്. അപ്പോൾ ആ 1000 നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിലവിൽ 17 വീക്കായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. സോ 17 × 3150 എത്രയാണ് നമുക്കതിൻ്റെ ആൻസർ വരിക? 17 × 3150 നമുക്ക് 89,550 എന്നുള്ള വാല്യൂ കിട്ടും. ഒരു വീക്ക് നമ്മൾ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 89,550 എന്നുള്ളതാണ്. ദെൻ ഈ ടോട്ടൽ കോസ്റ്റ് കാണാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു പ്രീ ടോട്ടൽ കോസ്റ്റ്. തൊട്ടുമുമ്പ് നമ്മൾ കണ്ടുവച്ച ടോട്ടൽ കോസ്റ്റ് മൈനസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് സ്ലോപ്പ്. ഈ മെത്തേഡിലും കണ്ടുപിടിക്കാം. ഒന്ന് നോക്കി നോക്കാം നമുക്ക്. പ്രീ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 91,700 മൈനസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഒരു വീക്കാണ് കുറച്ചിട്ടുള്ളത്, നമുക്ക് 3150 എന്ന് കൊടുക്കാം, പ്ലസ് സ്ലോപ്പ് നമുക്ക് 1000 രൂപയാണ് എക്സ്ട്രാ ചിലവ് വരുന്നത്. സോ അത് കാണുമ്പോൾ നമുക്ക് എത്രയാണ് വരിക? ഈ സെയിം സംഖ്യ തന്നെ കിട്ടണം. ചെയ്യുന്ന സമയത്ത് നമുക്ക് 89,550 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡും യൂസ് ചെയ്യാം. കുറച്ചുകൂടെ നന്നാവുക ഈ രണ്ടാമത്തെ മെത്തേഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു വീക്ക് നമ്മൾ കുറച്ചു. ഇനി അടുത്ത വീക്കും കൂടെ കുറക്കുമ്പോൾ 89,550 എന്നുള്ളത് വീണ്ടും കുറയുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. സോ നമുക്ക് ഈ 17നെ 16 ആക്കി ചുരുക്കണം. 16 ആക്കി ചുരുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ആക്ടിവിറ്റിയിലാണ് കുറക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇതേ സിനാരിയോ വീണ്ടും നമ്മൾ ഈ ഫിഗർ തന്നെ വരുന്നു, ഈ ടേബിൾ തന്നെ വരുന്നു. ഇവിടെ 3 എന്നുള്ളതിന് പകരം എന്തായിട്ടുണ്ടാവും? 2 ആയിട്ടുണ്ടാവും. കാരണം എന്താണ്? NT - CT ആണ്. NT എന്നുള്ളത് ഇവിടുത്തെ കേസിൽ 4 ആയി മാറിയിട്ടുണ്ട്. 4 - 2 എന്നുള്ളതാണ് വരിക. സോ നമുക്കത് 2 എന്നുള്ള വാല്യൂയിലേക്ക് വന്നിട്ടുണ്ടാവും, ചുരുങ്ങിയിട്ടുണ്ടാവും. ദെൻ ഈ 3 ആക്ടിവിറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് ലീസ്റ്റ് ഏത് തന്നെയാണ്? 1000 തന്നെയാണ് ലീസ്റ്റ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഒരു തവണ കൂടെ റെഡ്യൂസ് ചെയ്യാം. സോ സി വീണ്ടും റെഡ്യൂസ് ചെയ്യുമ്പം ഇവിടെ 3 എന്ന് വരും. ഓക്കെ, ഈ പാത്തിലും സി ഇല്ലാത്തതുകൊണ്ട് 13ഉം 15ഉം ചേഞ്ചസ് ഉണ്ടാവില്ല. ഇവിടെ 3 വരുന്ന സമയത്ത് നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ഇവിടെ 16 എന്നുള്ള വാല്യൂ കിട്ടും. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് നേരത്തെ പോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യാണ്. പ്രീ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 89,550 ആണ്. ദെൻ ഒരു വീക്കാണ് കുറച്ചിട്ടുള്ളത്. സോ 3250 രൂപ നമുക്ക് ലാഭമായിട്ടുണ്ട്. ആ ഒരു വീക്ക് കുറക്കാൻ നമുക്ക് 1000 രൂപ എക്സ്ട്രാ ചിലവ് വന്നിട്ടുണ്ട്. സോ ഈ വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 87,400 റുപ്പീസ് എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഈ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? നമുക്ക് വീണ്ടും കുറച്ച് നോക്കണം. ഇപ്പോൾ നേരത്തെ കണ്ടുവച്ച 89,550യേക്കാൾ കുറവ് കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറയുമെന്നാണ് നോക്കേണ്ടത്.
സോ ഈ 16-നെ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ആയിട്ടുള്ള 16-നെ നമ്മൾ 15-ലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ 15-ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോഴും നമ്മുടെ ക്രിട്ടിക്കൽ പാത്തിന് മാറ്റമില്ല. ഈ ACE തന്നെയാണ് ക്രിട്ടിക്കൽ പാത്ത്. സോ അത് തന്നെ നമ്മൾ എഴുതി. ദെൻ ഈ 2 എന്നുള്ളത് എന്തായി മാറിയിട്ടുണ്ട്? 1 ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതിലെ ഏറ്റവും സ്ലോപ്പ് കുറവുള്ള ആക്ടിവിറ്റി നോക്കുമ്പോൾ അത് C തന്നെയാണ്. സോ നമ്മൾ Cയെ വീണ്ടും കുറക്കുന്നു. അപ്പോൾ നിലവിൽ 3 ആയിട്ടുള്ളതിനെ വീണ്ടും നമ്മൾ 2 ആക്കി മാറ്റി. ഓക്കെ, ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റണം, 2 ആക്കി മാറ്റി. സോ നമ്മുടെ ഡ്യൂറേഷൻ എന്നുള്ളത് 15 വീക്ക് എന്ന് കിട്ടി. നമ്മളിവിടെ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കേസിൽ 15 വീക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ കോസ്റ്റ് കാണാൻ 87400 മൈനസ് 3150 പ്ലസ് 1000 എത്ര കിട്ടും നമുക്ക്? നമുക്ക് 85250 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, 85250 വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. സോ 15 വീക്ക് ആകുമ്പോൾ വീണ്ടും കുറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 14 വീക്കിലേക്ക് കുറക്കുമ്പോൾ ഈ 85250 എന്നുള്ളത് വീണ്ടും കുറയുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം 18 വീക്ക് ക്രാഷ് ചെയ്യുന്നതിന് മുമ്പ് എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് കണ്ടുപിടിച്ചു. ദെൻ ഒരു വീക്ക് ക്രാഷ് ചെയ്തിട്ട് എത്രയാണ് കോസ്റ്റ് എന്ന് കണ്ടുപിടിച്ചു. ദെൻ വീണ്ടും ഒരു വീക്ക് കുറച്ചു, അതിനുശേഷവും ഒരു വീക്ക് കുറച്ചു. അപ്പോൾ ഈ ഓരോ വീക്ക് കുറക്കുമ്പോഴും നമ്മുടെ കാശ് കുറയുന്നുണ്ട്, പ്രൊജക്റ്റ് കോസ്റ്റ് കുറയുന്നുണ്ട്, നമ്മുടെ ക്രിട്ടിക്കൽ പാത്തിന് മാറ്റം വരുന്നുമില്ല. അത് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി 15-ാമത്തെ വീക്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ 7+2 + 6 നമുക്ക് 15 എന്നുള്ള വാല്യൂ കിട്ടും. അതുപോലെ 9+6 അതും 15 എന്നുള്ള വാല്യൂ കിട്ടും. സോ ഇവിടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 2 പാത്തിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ ഇതുവരെ സിംഗിൾ പാത്തായിരുന്നു. ഇവിടെ ക്രിട്ടിക്കൽ പാത്ത്, ഫസ്റ്റ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ACE, രണ്ടാമത്തെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് BE. ഇങ്ങനെ 2 ക്രിട്ടിക്കൽ പാത്ത് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ പാത്ത് അല്ലാതെ ബാക്കിയൊരു പാത്ത് വരുന്നത് ഏതാണ്? ക്രിട്ടിക്കൽ പാത്ത് അല്ലാതെ കിടക്കുന്നത് AD മാത്രമാണ്. AD എന്നുള്ളത് 7+6 13 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. ഇവിടെ ACE എന്നുള്ളത് നമുക്ക് 15 വീക്ക് എന്ന് വരുന്നുണ്ട്. BE എന്ന് പറയുന്നതും 15 വീക്ക് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് 15 ടോട്ടൽ 15 ആയിട്ടുള്ള നമ്മുടെ പ്രൊജക്റ്റ് ഡ്യൂറേഷനെ 14 ആക്കി മാറ്റണം. അങ്ങനെ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ പാത്തിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ കുറക്കണം. അതുപോലെ ഈ പാത്തിലും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ കുറക്കണം. അത് ഏത് ആക്ടിവിറ്റിയാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാം? ബൈ യൂസിങ് സ്ലോപ്പാണ്. സോ നമ്മൾ ആ ടേബിളിലേക്ക് വീണ്ടും വരുന്നു. വാല്യൂ 3000. അതെല്ലാം നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്നത് 1000 ആണ്. പക്ഷേ അവിടെ ക്രാഷ് ലിമിറ്റ് ഇല്ല. സോ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ വരുന്നത് 2500 ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ദെൻ രണ്ടാമത്തെ പാത്തിൽ നോക്കുമ്പോൾ 1500 ആണ് ഏറ്റവും ചെറുത്. സോ നമുക്ക് B എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. ദെൻ നിങ്ങൾ നോക്കുക, നമ്മൾ ഈ 2 പാത്ത് പരിശോധിക്കുന്ന സമയത്ത് 7+2 ദെൻ 9 അഥവാ Aയും Cയും നടന്നു കഴിയുന്ന സമയത്താണ് B നടക്കുന്നത്. ദെൻ അതിന് ശേഷമാണ് E എന്ന് പറയുന്ന ആക്ടിവിറ്റി നടക്കുന്നത്. സോ നമുക്കിവിടെ ക്രാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓപ്ഷൻ ഉള്ളത് Aയും Bയും ക്രാഷ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് Cയും Bയും ക്രാഷ് ചെയ്യാം. മൂന്നാമത്തത് E മാത്രം ക്രാഷ് ചെയ്യാം. ഇത്രയും ഓപ്ഷൻസാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടാണ് Aയും Bയും ഒരുപോലെ ക്രാഷ് ചെയ്യേണ്ടി വരുന്നത്? സപ്പോസ് 7 എന്ന് പറയുന്നത് മാത്രം ക്രാഷ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ അത് 6 ആയിട്ടുണ്ടാവും. സോ 6+2 ദെൻ +6 നമുക്ക് 14 എന്നുള്ള വാല്യൂ ആണ് വരിക. ഇവിടെ നോക്കുമ്പോഴോ 9+6 15 എന്നുള്ള വാല്യൂ ആണ് വരിക. ആ വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് സൈമൾട്ടേനിയസ്ലി നടക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. സോ നമ്മൾ A+C എന്നുള്ളതിൽ Aയും Bയും നമുക്ക് ക്രാഷ് ചെയ്യാം, Cയും Bയും ക്രാഷ് ചെയ്യാം, അല്ലെങ്കിൽ E മാത്രം ക്രാഷ് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ ഈ ലീസ്റ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് Aയും Bയും ആണ്. ഇനി അടുത്ത ഓപ്ഷൻ Cയും Bയും ആണ്. C നമുക്ക് ക്രാഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കി. ദെൻ E മാത്രം ക്രാഷ് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ ഈ പാത്തിൽ E ഉണ്ട്, ഈ പാത്തിലും E എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്. അതിനെത്രയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്? 3000 ആണ്. ദെൻ 3000 നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, കാരണം ഒറ്റ തവണ നമുക്ക് ക്രാഷ് ചെയ്താൽ മതി. ഒരു വീക്കാണ് കുറയ്ക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? 3000 ആണ് സ്ലോപ്പ് വരിക. അപ്പോൾ A, B
എ ആൻഡ് ബി എന്നുള്ള കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ 2500 പ്ലസ് 1500 4000 രൂപ നമുക്ക് ചിലവ് വരും. നമ്മൾ ഈ മാത്രമാണ് ക്രാഷ് ചെയ്യുന്നതെങ്കിൽ എത്ര വരും? 3000 രൂപയാണ് നമുക്ക് ചിലവ് വരിക. സോ നമുക്ക് ഏതാണ് നല്ലത്? ഈ എന്ന് പറയുന്ന ആക്ടിവിറ്റി ക്രാഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ എന്ന് പറയുന്നത് ഇവിടെ 5 ആക്കി മാറ്റി. സോ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ എത്രയായി? 7 + 2 9 + 5 14 എന്നായി. ദെൻ ഇവിടെ നോക്കുമ്പോൾ 9 + 5 14 എന്നുള്ളതാണ്. സോ നമുക്ക് 14 വീക്ക് എന്നുള്ള കണ്ടീഷൻ കിട്ടി. ദെൻ അവിടെ എത്രയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരിക? പ്രീ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 85,250 ആണ്. ദെൻ മൈനസ് നമ്മളൊരു വീക്കാണ് കുറച്ചിട്ടുള്ളത്, 3150 കുറച്ചു. എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ആണ് ക്രാഷ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് 3000 ആഡ് ചെയ്യാം. 150 രൂപയുടെ മാർജിൻ മാത്രമാണുള്ളത്. സോ 8500 എന്നുള്ള വാല്യൂ കിട്ടും. നമുക്ക് വീണ്ടും കാശ് കുറഞ്ഞിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് അറ്റംപ്റ്റ് എന്തായിരിക്കും? 13 വീക്കിലേക്ക് നമുക്ക് കുറക്കണം. 13 വീക്കിലേക്ക് കുറക്കാൻ ഇനി ഏത് ഓപ്ഷനാണ് നമുക്കുള്ളത്? ഇത് 1 ആയിട്ട് മാറിയിട്ടുണ്ട്. വീണ്ടും ഇതേ കണ്ടീഷൻ തന്നെ നമ്മൾ നോക്കുന്നു. കാരണം നോൺ ക്രിട്ടിക്കലായിട്ടുള്ള പാത്ത് എ ഡി ആണ്. അത് 7 + 6 13 ആണ്. സോ 13ലേക്ക് നമ്മൾ കുറക്കുന്നേ ഉള്ളൂ. സോ ക്രിട്ടിക്കൽ പാത്തിന് മാറ്റമില്ല. ഇത് രണ്ടും തന്നെയാണ് ക്രിട്ടിക്കൽ പാത്തായിട്ട് വരിക. അപ്പോൾ ഈ രണ്ട് ക്രിട്ടിക്കൽ പാത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതേ വാല്യൂസ് തന്നെയാണ്. നമുക്ക് സി ഒന്നും ചെയ്യാനില്ല. ദെൻ പിന്നെ ഓപ്ഷൻ ഉള്ളത് എയും ബിയും ചെയ്യാന്നുള്ളതാണ്. അതിന് 4000 രൂപ വരും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മാത്രമാണ് അവിടെ കുറക്കുന്നത്. സോ ആ 1 എന്നുള്ളത് വീണ്ടും കുറഞ്ഞ് 0 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് എങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് കാണുക? പ്രീ ടോട്ടൽ കോസ്റ്റ് 8500 മൈനസ് 3150 പ്ലസ് 3000. ഇവിടെയും 150ൻ്റെ ഒരു മാറ്റമാണ് ഉണ്ടാവുക. സോ നമുക്ക് 84,950 എന്നുള്ള ആൻസറിലേക്ക് വരും. അപ്പോൾ 13 വീക്കിൻ്റെ നമുക്ക് കിട്ടി. ഇനി വീണ്ടും കുറയുമെന്ന് നമ്മൾ നോക്കണം. വീണ്ടും കുറയുമെന്ന് നോക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? 13 വീക്ക് എന്നുള്ള കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 3 പാത്തും, ആകെയുള്ളത് 3 പാത്താണ്. ആ 3 പാത്തും ക്രിട്ടിക്കൽ പാത്തായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ അടുത്ത ട്രയലിലേക്ക് പോവുകയാണ്. 13 വീക്കാണ് നിലവിലുള്ളത്. 13 വീക്ക് ആകുമ്പോൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആയിട്ടുണ്ട്. സോ അതെല്ലാം മാർക്ക് ചെയ്തു. അതിൻ്റെ ക്രാഷ് ലിമിറ്റ് മാർക്ക് ചെയ്തു, സ്ലോപ്പ് മാർക്ക് ചെയ്തു. എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഓരോ സ്ഥലത്തെയും ഓരോ ക്രിട്ടിക്കൽ പാത്തിൻ്റെയും ലീസ്റ്റ് സ്ലോപ്പ് സെലക്ട് ചെയ്യണം. ഇവിടുത്തെ ലീസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് എ ആയിരിക്കും. ദെൻ നെക്സ്റ്റിൽ ലീസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും 0 ആണ്. സോ നമുക്ക് 2500 മാത്രമേ സെലക്ട് ചെയ്യാൻ വകുപ്പുള്ളൂ. ദെൻ അടുത്തതിൽ ബിയും ഇയും ഉണ്ട്. ഇ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ ബി ആണ് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളതും സെലക്ട് ചെയ്തു. അപ്പോൾ ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ആ പാത്ത് നോക്കുന്ന സമയത്ത് എയും ബിയും നമുക്ക് ക്രാഷ് ചെയ്യാം. അതല്ലാതെ മറ്റു ഓപ്ഷൻ ഇല്ല. സി എന്ന് പറയുന്നത് ക്രാഷ് ചെയ്യാൻ പറ്റില്ല. ഇ എന്ന് പറയുന്നതും ക്രാഷ് ചെയ്യാൻ പറ്റില്ല. സിയും ഇയും ക്രാഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡിയും ക്രാഷ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഡി ക്രാഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം? ഇവിടെ 2 + 4 6 ഡേയ്സ് കൊണ്ടാണ് സിയും ഇയും കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ സൈമൾട്ടേനിയസ്ലി ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ടേബിൾ വെച്ച് നോക്കിയാലും നമുക്കത് ക്ലിയർ ആകും. അപ്പോൾ നമ്മൾ എ ആൻഡ് ബി ക്രാഷ് ചെയ്യാൻ പോവുകയാണ്. എ ആൻഡ് ബി സൈമൾട്ടേനിയസ് ആണ്. നമുക്ക് 2500 പ്ലസ് 1500 4000 രൂപ ചിലവ് വരും. ഈ 2 സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. രണ്ട് പാത്തായിട്ട് കാണിക്കുന്നതാണ്. നമ്മൾ ഒരു ആഴ്ച കുറച്ച് കഴിഞ്ഞാൽ അത് 2 പാത്തിലും റിഫ്ലക്റ്റ് ചെയ്യും. സോ നമുക്ക് 7 എന്നുള്ളത് 6 ആയിട്ട് മാറിയിട്ടുണ്ട്. ബി എന്നുള്ളത് ബിയിലെ 9 എന്നുള്ളത് 8 ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ കാണുന്ന സമയത്ത് 6 + 2 8 8 + 4 12 ആയിട്ടുണ്ട്. ദെൻ 8 + 4 12, ദെൻ 6 + 6 12. എല്ലാം ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ 12 വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് 12 വീക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ്, പ്രൊജക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണം. പ്രീ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 84,950 ആണ്. ഒരാഴ്ചയാണ് നമ്മൾ കുറച്ചിട്ടുള്ളത് 3150. ദെൻ പ്ലസ് സ്ലോപ്പ് എ ആൻഡ് ബി ക്രാഷ് ചെയ്യുന്ന സമയത്ത് 4000 നമ്മൾ ആഡ് ചെയ്യണം. സോ നമുക്ക് എത്ര കിട്ടും? 35,800 എന്ന് കിട്ടും. സോ ഇത് ഇൻക്രീസ് ചെയ്യണം. സോ നമുക്കെങ്ങനെ നമ്മുടെ സൊല്യൂഷൻ സമ്മപ്പ് ചെയ്യാം? സൊല്യൂഷൻ സമ്മപ്പ് ചെയ്യുമ്പോൾ 13 വീക്കാണ് ഒപ്റ്റിമൽ ടൈം.
ദെൻ എത്രയാണ് അതിൻ്റെ മിനിമം കോസ്റ്റ്? 84,950 ആണ്. ഈ രൂപത്തിലാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ആദ്യം ടോട്ടൽ നോർമൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. ദെൻ ഓരോ ആക്ടിവിറ്റിയുടെയും സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. അതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2-ൽ നമ്മൾ നെറ്റ്വർക്ക് വരക്കുന്നു. ക്രിട്ടിക്കൽ പാത്തും ഡ്യൂറേഷനും കണ്ടുപിടിക്കുന്നു. സ്റ്റെപ്പ് 3-ലേക്ക് വരുമ്പോൾ ക്രാഷ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രൊജക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. ദെൻ സ്റ്റെപ്പ് 4-ലേക്ക് വരുമ്പോൾ നമ്മൾ ക്രാഷിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. അതെന്താണ് ചെയ്യുന്നത്? ഏറ്റവും ലീസ്റ്റ് സ്ലോപ്പ്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയിലെ ഏറ്റവും ലീസ്റ്റ് സ്ലോപ്പ് ഏതാണോ അത് നോക്കുന്നു. എന്നിട്ട് ആ ആക്ടിവിറ്റി ഒരു വീക്ക് നമ്മൾ കുറക്കുന്നു. സോ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്, ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ഒരു വീക്ക് കുറഞ്ഞിട്ടുണ്ടാവും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് പ്രൊജക്റ്റ് കോസ്റ്റ് എന്ന് നോക്കുന്നു. വീണ്ടും നെക്സ്റ്റ് ഒരു വീക്ക് കൂടെ കുറക്കുന്നു. 18 17 ദെൻ 16 അങ്ങനെ കുറച്ച് വരുന്നു. ആ സമയത്ത് നമ്മൾ ക്രിട്ടിക്കൽ പാത്തിന് മാറ്റം ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. ദെൻ അവസാനം ക്രിട്ടിക്കൽ പാത്തിന് മാറ്റം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അങ്ങനെ ഏറ്റവും മിനിമം കോസ്റ്റിലേക്ക് നമ്മൾ എത്തണം. ഒപ്റ്റിമം ടൈം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം കോസ്റ്റ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കത് ക്ലിയർ ചെയ്യാം. താങ്ക് യു.